എന്തിനാ അതിന് ഉമ്മ എന്നെ വിളിക്കണേ? നമ്മളമ്മയായിട്ട് 9 മാസവും 14 ദിവസവും പേറി നടന്ന് 2 കൊല്ലം കാലിൽ കിടത്തി പാല് തന്നും പാലും പൊടിയും കലക്കിത്തന്ന് നമ്മൾ കാഷ്ടിച്ചതും മൂത്രിച്ചതും കോരിയ ഉമ്മാക്ക് നമ്മളെ ഫോണിലേക്കൊന്ന് കോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ ആരാ? പ്രിയപ്പെട്ടന്റെ സഹോദരിമാരെ നമ്മൾ ആരാ? വിളിക്കണം. ഉമ്മയോടുള്ള കൗതുകത്തിന്റെ വാക്കുകൾ. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താടാ എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വെച്ചള റെക്കോർഡല്ലേ, തരുന്നില്ല എന്ന് പറയും അല്ലേ? പക്ഷേ നമുക്കൊക്കെ എന്തൊരു വിനയമാണതിൽ. അൽഹംദുലില്ലാഹ് ഖൈറ്. ഉപ്പ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും. അങ്ങനെ തുടങ്ങട്ടെ. അതിനെത്ര പൾസ് റേറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെ ആ ബന്ധങ്ങളാണ്. ഒരു ഉപ്പയും മോനും തമ്മിൽ മിണ്ടണില്ല. ഉപ്പ ഒരിക്കൽ എന്നോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ മോനോട് ചോദിച്ചു, ഈ എന്താ ഉപ്പനോട് മിണ്ടാത്തത്? മോർ ഞാൻ ബഹുമാനം കൊണ്ടാണ് മിണ്ടാത്തത്. അത് എന്താ വാപ്പ അങ്ങനത്തെ ആരെടുത്തും കുറ്റമില്ല. കാരണം മകനെ സംബന്ധിച്ച് അവൻ വാപ്പയെ വലിയൊരു സ്ഥാനത്താണ് കാണുന്നത്. ഉപ്പ ആഗ്രഹിക്കുന്നത് ഉപ്പയോട് അവൻ കൂടുതൽ സംസാരിക്കണം എന്നാണ്. ചില ഉപ്പമാരങ്ങനെയാണ്. നമ്മളോട് പറയാറില്ലേ, മോനെ ഇന്നിങ് വരണം. പാപ്പാ ഞാൻ ഇന്നിങ് വരണടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഒന്നിങ്ങ് വാനെന്ന് കാണാനാണ്. അതൊക്കെ കൗതുകങ്ങളെ കൂട്ടുകാരനങ്ങനെ പറയാറില്ലേ? ആ ഉപ്പക്ക് നമ്മളുടെ മുഖവും നമ്മളുടെ കണ്ണിന്റെ പുരികവും നമ്മളുടെ കണ്ണിന്റെ ആ നോട്ടവും ആ കൗതുകവും 2 വയസ്സ് 3 വയസ്സ് വരെ നോക്കി നിന്ന് കണ്ട് ആ കൗതുകം തീർന്നിട്ട് വീണ്ടും അതൊന്ന് കാണാനുള്ള കൗതുകത്തിന് പ്രതികരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിന് പൊറുക്കപ്പെട്ട കാര്യത്തിൽ ഒന്ന് അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, 2 മാതാപിതാക്കളെ നിന്ദിക്കലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചൂട് വർദ്ധിക്കും, ചരൽ മഴ വർഷിക്കും, ആകാശത്ത് നിന്ന് മാലയുടെ കയററ്റാൽ മുത്തുമണികൾ താഴേക്ക് വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ വരും. ഇതിലേറെ വലിയ സൂര്യാഘാതം ഇവനാരുണ്ടോ ഈ ലോകത്ത്? റസൂലുള്ള പറഞ്ഞു, കാരണങ്ങളുടെ കൂട്ടത്തിൽ 3ാമത്തത് അദ്നാ സ്വദീഖഹു വഅഖ്സാ അബാഹു. കൂട്ടുകാരോട് അടുക്കുകയും ഉപ്പയോട് അകലുകയും ചെയ്യുന്ന കാലമാണത്. അല്ലേ? 10 പൈസന്റെ കോളാക്കിച്ചത് വാപ്പാക്കാണോ അതോ കൂട്ടുകാർക്കാണോ? കൂട്ടുകാർക്കാണ്. വിളിച്ച് പറഞ്ഞ് പിന്നെയും വിളിച്ച്, പിന്നെ അങ്ങോട്ട് വിളിച്ച്, പിന്നെ അങ്ങോട്ട് വിളിച്ച്, അവസാനം ബാറ്ററി കഴിഞ്ഞ് അപ്പോഴാണ് നിർത്തുക. ഉപ്പയിട്ടുള്ളതോ? ഈ എവിടെ? ഞാൻ ഇവിടെ എത്തിയിട്ട് ട്രെയിനർ എവിടെയാ? ഞാൻ ഇവിടെ. എവിടെയാന്നും കൂടെ പറയാൻ തൻ്റെ ഇടം കാണിക്കൂലെന്ന് പറയണം കൂട്ടരെ. എവിടെയാ ഞങ്ങളെ മോൻ പഠിക്കണേ? എൻ്റെ മോൻ എവിടെയാ പഠിക്കണമെന്ന് അറിയില്ല. ആഴ്ചയിൽ 1000 ഉറുപ്യ ഞാൻ കൊടുത്ത് ഇവിടുന്ന് ഇറക്കി വിടാറുണ്ട്. പോരാ, നിങ്ങളെ കൂട്ടുകാരനോട് ചോദിച്ചാലോ, അവൻ ഇങ്ങനെ ഇന്നടുത്ത് എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ BEdന് പഠിക്കുകയാണ്, ഇപ്പോ 8 മാസം കഴിഞ്ഞു, സെമസ്റ്റർ എക്സാമിനേഷൻ ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കൂട്ടുകാരൻ്റെ അടുക്കൽ നിന്ന് കിട്ടും, വാപ്പൻ്റെ അടുത്തൊന്നും കിട്ടൂല. വാപ്പക്ക് വിദ്യാഭ്യാസമല്ല, വാപ്പാക്ക് വിദ്യാഭ്യാസം വേണ്ട. വാപ്പനോട് പറയാ, വാപ്പ ഞാൻ ഇന്ന കോളേജിലാണ്, നിങ്ങൾക്ക് അറിയോ ആ കോളേജ്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, കുറെ ദൂരാണ്, എന്നാൽ നിങ്ങൾ കാണണമെന്നൊന്നുമില്ല, ഇന്ന കോളേജാണ്, അവിടെ ഇത്ര അധ്യാപകരുണ്ട്, ഇത്ര എന്താണ് അവിടെ കോഴ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് വാപ്പ അതൊക്കെ കേട്ട് വാപ്പ അങ്ങാടിയിൽ ഇറങ്ങിയ ഒരാളെ കാണുമ്പോൾ നെഞ്ഞത്ത് കൈവച്ച് പറയും, ഞാൻ എൻ്റെ മോൻ എന്നെ അടുത്ത് അവിടെ പഠിക്കുകയാണ്, നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഞാൻ കോഴി വാങ്ങാൻ വേണ്ടി വന്നതാണ്, അവൻ നാളെ വരുന്നുണ്ട്. പുതിയാപ്പിള വരികയല്ല, നമ്മൾ ചെല്ലുകയാണ്. ഇതാണ് ഒരു ഉപ്പയുടെ കൗതുകം. അത് മാതാപിതാക്കളുടെ അടുക്കൽ ഈ ലോകത്ത് ഏറ്റവും അധികം പുണ്യം ലഭിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉപ്പയുടെ സ്നേഹം, അത് ഉമ്മന്റെ സ്നേഹം വേഗം കിട്ടൂലേ? ഉമ്മനോട് നിങ്ങൾ പറഞ്ഞു നോക്കി, നിങ്ങൾ 1 മാസമായിട്ട് നിങ്ങൾ പോയിട്ടില്ല വീട്ടിലേക്ക്, 1 മാസമായിട്ട് വിളിച്ചിട്ടില്ല, ഉമ്മ അസ്സലാമു അലൈക്കും, നാളെ എക്സാമിനേഷൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉമ്മ ഉടനെ, പഠിച്ചോനെ എൻ്റെ മോനെ എല്ലാ പരീക്ഷയിൽ നല്ല മാർക്ക് കൊടുക്കണേ, കഴിഞ്ഞു. ഉമ്മ വേഗം പ്രാർത്ഥിക്കും. ബാപ്പനോട് പറഞ്ഞു നോക്കൂ, അല്ലേ? അസ്സലാമു അലൈക്കും വലൈഹിസ്സലാം, ബാപ്പ നാളെ പരീക്ഷയാണ്, അതിന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കും, എനിക്കാ ഇതുവരെ മിണ്ടാത്ത എന്നോട് അയ്യോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെന്താ? ഒരു 5000 റുപ്യ വാങ്ങി പോയിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല, ഇതുവരെ എന്താക്കി? വാപ്പ എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. അത് മതി. ഉപ്പ നിങ്ങളെനിക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ പോറ്റുന്ന, നമുക്ക് തിന്നാൻ തരുന്ന, നമുക്ക് ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്ന, നമ്മളെ കൊണ്ടുപോയി ചേർത്തിയ
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സിറ്റി ഫാദേഴ്സ് നെയിം എന്നൊരു കോളം തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ 5 കൊല്ലവും ചിലപ്പോൾ നമ്മളെ ഉപ്പയെ ഓർക്കില്ലായിരുന്നു ഇവിടെ, അല്ലേ? ഓർക്കണം. കാരണം പിതാവ് മാതാവ്, ഞാൻ എൻ്റെ ഒരനുഭവം, ഒരു 2 മാസം മുമ്പ് കണ്ണിന് കാഴ്ചക്ക് ചെറിയൊരു പ്രയാസം വന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു, എവിടെയാണ് ആശുപത്രി കാണിക്കുന്നത്? ഞാൻ എവിടെയാണെന്ന് പറഞ്ഞില്ല. പറയാതിരുന്നത് ഉപ്പ അത്രയും വിദൂരം സഞ്ചരിച്ച് അവിടെ എത്തും എന്നതുകൊണ്ടാണ്. ഞാൻ തിങ്കളാഴ്ച രാവിലെ പരിശോധനക്ക് വേണ്ടി അവിടെ എത്തിയപ്പോൾ വാതിൽക്കൽ 58-60 വയസ്സായ ഉപ്പ ബൈക്കിന് വന്നവിടെ കാത്തിരിക്കുകയാണ്, കോഴിക്കോട്. ഞാൻ പറഞ്ഞു, ഉപ്പ നിങ്ങൾ വരണ്ട മോനെ, കണ്ണ് പരിശോധിക്കാൻ വരുമ്പോൾ കൂടെ ആളെ വരണം എന്നുള്ളത് ഈ വായിച്ചിട്ടില്ലേ? ഇവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് ചോദിക്കൂ, ഇനി എന്നാ പോണ. അതുപോലെ നമ്മളെ തുടർന്ന് നമ്മളെ